വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് വന്നേക്കുന്നത് എൻ്റെ എക്സാംസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോസ് ഇട്ടുള്ള ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചാനലൊന്ന് ഡിമ്മായി വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടി ഞാനിപ്പോൾ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അപ്ലോഡ് ചെയ്യുന്നത് ഇപ്പോൾ എക്സാം ആയതുകൊണ്ട് 1 വീക്ക് സ്റ്റഡി ലീവ് ഉണ്ട്, കുറച്ച് ദിവസം ലീവ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എക്സാം വരുന്നത്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ അടുപ്പിച്ച് ശനി ഞായർ തിങ്കൾ 3 ദിവസം അടുപ്പിച്ച് എക്സാം ആയിരുന്നു കേട്ടോ. അപ്പോൾ ഭയങ്കരമായിട്ട് എന്താ പറയുക, നല്ല പഠിത്തത്തിൻ്റെ ഒരു ടൈമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുൾ ടൈം പഠിക്കാനൊരു ടൈം ഉണ്ടായിരുന്നുള്ളൂ. അതിനനുസരിച്ച് ഫോൺ യൂസ് ചെയ്തിരുന്നു, പക്ഷേ ബ്ലോഗ് എടുക്കാനൊന്നും കാര്യമായിട്ടുണ്ടായിരുന്നില്ല. ഫുൾ പഠിക്കൽ തന്നെയായിരുന്നു. അങ്ങനെ എക്സാമിന് തലേ ദിവസം ആട്ടെ നോട്ട്സും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഞാൻ ഫോണിൽ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ഓൺലൈൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ യൂട്യൂബിലാണ് ക്ലാസ് വരുന്നത്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് നോക്കി റിവിഷൻ ചെയ്യാമെന്നൊക്കെ കരുതിയിട്ട് ഫോൺ എടുത്ത് പുറത്ത് വന്നിരിക്കുകയാണ്. ലേൺ വൈസിൻ്റെ ക്ലാസ് ആട്ടോ ഞാൻ അറ്റൻഡ് ചെയ്യണം. ഇഗ്നോയിൽ ആരെങ്കിലും പഠിക്കുന്നുണ്ടെങ്കിൽ ബെസ്റ്റാണ് ലേൺ വൈസിൻ്റെ. അവർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസും കാര്യങ്ങളും ഒരു എക്സാംസ് എന്തൊക്കെയാണ് വരാം, ഒരു പ്രോബബിലിറ്റി അനുസരിച്ച് അവർ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അതേപോലെയൊക്കെ വരുന്നുമുണ്ട് കേട്ടോ. അപ്പോൾ മെയിനായിട്ട് അപ്പോൾ അത് നോക്കിയിട്ട് പോവാറുണ്ടെന്ന് വെച്ചാൽ ഫസ്റ്റ് എക്സാം ആയിരുന്നു ഇത്. അപ്പോൾ അങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എളുപ്പം ആയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ ഞാൻ ആ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വ്ലോഗിൽ ഞാൻ പ്രത്യേകിച്ച് വേറെ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. നിങ്ങൾ അധികമായിട്ടൊന്നും പ്രതീക്ഷിക്കരുത്, ജസ്റ്റ് പഠിത്തം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ബുക്ക് എടുത്ത് പഠിക്കാനൊക്കെ ഇരുന്നു. നോട്ട്സും കാര്യങ്ങളൊക്കെ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന ടോപ്പിക്സൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഫുള്ള് പഠിത്തമാണ്. എനിക്ക് ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ വന്ന് ടേബിളും ഇരിപ്പുണ്ട്. അതെനിക്ക് ഇരട്ടി പണിയായിരുന്നു. ഉറങ്ങുന്നേ ഉണ്ടായിരുന്നില്ല. ഞാൻ ഉറങ്ങാത്തതുകൊണ്ട് അവനും ഉറങ്ങാതെ ഞാൻ എത്ര നേരം പഠിച്ചു അത്ര നേരം എൻ്റെ കൂടെ തന്നെ ആളിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ പഠിത്തവും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു 12 മണി 1 മണിയായപ്പോൾ കിടന്ന് ഉറങ്ങി. പിന്നെ എഴുന്നേറ്റത് 4:30 ആ ഒരു ടൈമിൽ എഴുന്നേറ്റു. വീണ്ടും ഒന്ന് റിവിഷൻ ചെയ്യാമെന്ന് ഓർത്തു. കാരണം 2 ബസ് കയറി പോകാനുള്ളതുകൊണ്ട് തന്നെ വേഗം ഇറങ്ങേണ്ടി വരും. അതുകൊണ്ട് അധികം ടൈം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഷോർട്ട് നോട്ടും കാര്യങ്ങളും ഒക്കെ ബുക്കിലിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ടെക്സ്റ്റിൽ വാരി വലിച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടോണ്ട് എനിക്ക് അങ്ങനെ വാരി വലിച്ച് പഠിക്കുന്നത് ഇഷ്ടമല്ല. പോയിൻ്റായിട്ട് പഠിച്ച് എനിക്ക് പെട്ടെന്ന് തലയിൽ കയറും കേട്ടോ. അപ്പോൾ അങ്ങനെ പഠിക്കാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പഠിച്ച് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് 2 ഫ്രെയിമിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്നും ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ എക്സാമിന് പോകുന്ന ടൈമിലാണ് അത് കൊറിയർ ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ തന്നെ ചെയ്യാമെന്ന് ഓർത്ത് രാവിലെ എഴുന്നേറ്റ് പഠിക്കാൻ ടൈമിലാണ് ഓർത്തത് തന്നെ. അപ്പോൾ തന്നെ അത് സെറ്റാക്കി വെച്ചതിന് അത് പോകുമ്പോൾ കൊടുക്കാമല്ലോ എന്ന് കരുതി അതപ്പോൾ ഇരുന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടൈം നോക്കുന്നുണ്ട് അതിനനുസരിച്ച്. കാരണം ടൈം എന്താണെന്നറിയില്ല, ടൈമൊക്കെ ഓടിച്ചാടി പോണ പോലെ എനിക്ക് ഫീൽ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ അത് ഓരോന്ന് വെച്ച് നോക്കി കട്ട് ചെയ്യേണ്ട സൈസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഞാൻ കട്ട് എടുക്കുന്നുണ്ട്. ഇതേപോലെ ലാസ്റ്റ് മിനിറ്റിൽ ഓരോ വർക്കും ചെയ്യുന്ന ആൾക്കാരുണ്ടോ എന്നെ പോലെ? ഞാൻ കഴിഞ്ഞ ദിവസം റീലാണെന്നോ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കെല്ലാം ലാസ്റ്റ് മിനിറ്റിലായിരിക്കും ഓർമ്മയുണ്ടാവുള്ളൂ. അത്രയും ടൈം ഉണ്ടാകുമ്പോൾ പഠിക്കുന്ന കാര്യം പോലും ലാസ്റ്റ് മിനിറ്റിൽ അങ്ങനെ വെക്കുന്നത് ഭയങ്കര ബോറുള്ള കാര്യം ഉണ്ടാവും. കാരണം എന്ന് വെച്ചാൽ ചടപടയെന്ന് പഠിച്ചാലായാലും എന്ത് വർക്ക് ചെയ്താലും പെട്ടെന്ന് മര്യാദക്കുള്ള രീതിയിലുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ നന്നായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ കുറച്ച് നേരത്തെയൊക്കെ പഠിക്കാൻ ശ്രമിക്കുക. എന്നെ പോലെ തലേന്ന് ഒന്നിരുന്ന് പഠിക്കാതിരിക്കരുത് കേട്ടോ. അങ്ങനെ ഫ്രെയിമും സെറ്റ് ചെയ്തു, പാക്ക് ചെയ്തു. ഫോട്ടോസൊന്നും എടുക്കാൻ ടൈം കിട്ടിയില്ല, അതുകൊണ്ട് ഫോട്ടോസും എടുത്തില്ല. ടൈം ഇപ്പോൾ 5:45 കേട്ടോ. അത്രയും ടൈം പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ചും കൂടെ ഇരുന്ന് പഠിക്കാനുണ്ട്. ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ടൊന്ന് നോക്കണം. പിന്നെ കുളിക്കണം, പരിപാടി കുറേയും ഉണ്ട്. അപ്പോൾ നോട്ട് എഴുതി വെച്ചതൊക്കെ ഒന്നും കൂടി ഒന്ന് റെഫർ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. മോമോ എഴുന്നേക്കാത്തതുകൊണ്ട് തന്നെ ഈ കാര്യമൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട്. ഒരു ബേബി ആയിക്കഴിഞ്ഞിട്ട് പഠിക്കുക എന്നുള്ളത് നല്ല റിസ്ക്കുള്ള കാര്യമാണ്. മാക്സിമം കല്യാണത്തിന് മുമ്പോ അല്ലെങ്കിൽ ബേബി ആവുന്നതിന് മുമ്പോ മാക്സിമം പഠിക്കാൻ ശ്രമിക്കുക. എനിക്ക് വലിയ കുഴപ്പമില്ലാതൊക്കെ പഠിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. പക്ഷേ എന്നാലും ചെറിയ ചെറിയ പ്രശ്നങ്ങളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നന്നായിട്ട് പഠിക്കുക. മാക്സിമം കല്യാണത്തിന് മുമ്പോ അല്ലെങ്കിൽ ബേബി ഉണ്ടാകുന്നതിന് മുമ്പെങ്കിലും പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നല്ല പെരുമഴയാണ്. 6 മണിയൊക്കെ ആയപ്പോൾ നല്ല മഴ. ഞാൻ നേരത്തെ എഴുന്നേറ്റ് ശീലമില്ലാത്തതുകൊണ്ടും എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. കാരണം രാത്രി 9 മണിക്ക് ഫുഡ് കഴിച്ചതാണ്. പിന്നെ കുറച്ച് നേരം ഇങ്ങനെ എഴുന്നേറ്റൊക്കെ ഇരുന്നല്ലോ, നല്ല വിശപ്പ്. അപ്പോൾ ഒരു അലുവയുടെ പീസ് എടുത്തിരുന്ന് കഴിച്ചു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുളിയും അലക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഓരോന്നെടുത്ത് പാക്ക് ചെയ്താണ്. ഞങ്ങൾക്ക് ID കാർഡും ഹോൾ ടിക്കറ്റും. ID കാർഡ് ചെറുത് ലാമിനേറ്റ് ചെയ്തതാണ്. അപ്പോൾ അത് എടുത്തില്ലെങ്കിൽ ഹോളിൽ കയറ്റില്ല. പിന്നെ അതേപോലെ തന്നെ ഹോൾ ടിക്കറ്റ് മസ്റ്റാണല്ലോ. അപ്പോൾ അതൊക്കെ എടുക്കുന്നുണ്ട്. കുറേ നാളുകൾക്ക് ശേഷം എക്സാമിന് പോകണതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു പ്രിപ്പറേഷനൊക്കെ പോലെ സ്കെയിലും പെൻസിലും ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം ലാസ്റ്റ് മിനിറ്റിൽ ഉമ്മി വാങ്ങിച്ചു തരാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ വാട്ടർ ബോട്ടിലും കാര്യങ്ങളും, കാരണം ഒന്നും അറിഞ്ഞില്ലെങ്കിലും എക്സാം ഹോളിലിരുന്ന് വെള്ളം കുടിച്ചെങ്കിലും ഇരിക്കാമെന്ന് ഓർത്തിട്ടാണ് വാട്ടർ ബോട്ടിൽ എടുക്കണേ, അല്ലാതെ വേറെ ഉദ്ദേശം കൊണ്ടൊന്നല്ല കേട്ടോ. അപ്പോൾ വേഗം ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിക്കാമെന്ന് ഓർത്തു. നമുക്കത് വെള്ളയപ്പം കടലക്കറിയാണ്. വാപ്പിപ്പോൾ ഷോപ്പ് തുടങ്ങിയതുകൊണ്ട് തന്നെ മിക്കപ്പോഴും വെള്ളയപ്പം തന്നെയായിരുന്നു കേട്ടോ ഞങ്ങൾക്ക്.
അങ്ങനെ ഇതാ അത് ചടപടേന്ന് കഴിക്കുന്നുണ്ട്. അത് കഴിച്ചിട്ട് ഇനിയും പരിപാടികൾ കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യണം എന്നോർത്തു. പിന്നെയും ഒന്നും കൂടി പഠിക്കാമെന്ന് ഓർത്തു. കാരണം ഈ ലാസ്റ്റ് മിനിറ്റിൽ പഠിക്കുന്നതുകൊണ്ടായിട്ട് ഇങ്ങനെ ജഗബൊഗയായിട്ട് പഠിക്കുന്നത്. അപ്പോൾ ഇതാ നേരം വെളുത്തോണ്ട് തന്നെ ജനലൊക്കെ ഒന്ന് തുറന്നിടാൻ ഓർത്തു. ഞാൻ മിക്ക വീഡിയോസിലും പറയുന്നുണ്ട് ഈ ജനലടച്ചിരുന്ന് ഇരുട്ടത്തിരിക്കുന്ന പരിപാടി എനിക്കിഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഇതാ നല്ല മഴയൊക്കെ മാറി ഇപ്പോൾ നല്ല വെയിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ എനിക്ക് സമാധാനമായി. കാരണം മഴയത്ത് പോരുന്ന എക്സാം എഴുതാൻ പോക്ക് എനിക്ക് നടക്കണ കേസല്ല കേട്ടോ. എനിക്ക് ആ ടൈമിൽ മൂടി പതിച്ച് കിടന്നുറങ്ങാനേ തോന്നാറുള്ളൂ. കാരണം എക്സാം ഉള്ളിൽ പോയാൽ അറിയണതായാലും പോലും എനിക്ക് ഭയങ്കര മടി പിടിക്കും, ഉറക്കം നോയിരിക്കും. അതിന് ഉച്ച കഴിഞ്ഞിട്ട് വേണം കേട്ടോ എക്സാം. അതുകൊണ്ട് അങ്ങനെ കുറേ നേരത്തെ തപ്പലും പറക്കലിന് ശേഷം ഏത് ഡ്രസ്സായിട്ടുണ്ടെന്ന് തീരുമാനിച്ചു. ഈ ഒരു ബ്രൗൺ ഡ്രസ്സ് നിങ്ങൾ മിക്ക വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും. പിന്നെ ഒരു ഗ്രേ പാൻസും ബ്ലാക്ക് ഷോളും, എല്ലാത്തിലും പോലെ ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ് ആണ് ഇപ്പം ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഫൈനലി റെഡി ആയിട്ടുണ്ട്. സ്മാർട്ട് വാച്ച് അലൗഡ് അല്ലാത്തതുകൊണ്ട് സാധനം നോർമൽ ഒരു വാച്ചാട്ടോ ഇട്ടേക്കുന്നത്. സ്മാർട്ട് വാച്ച് കയറ്റൂല. അപ്പോൾ അതുകൊണ്ട് നോർമൽ വാച്ചൊക്കെ കെട്ടിയിട്ട് ഇതാ പോകാൻ ഇറങ്ങുന്നുണ്ട്. മൊമ്മ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. മൊമ്മ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് എക്സാം ആണെന്ന് പറഞ്ഞപ്പോൾ ആളെ ഓക്കെ പൊക്കോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ ബസ് സ്റ്റോപ്പിൽ നടക്കാം കേട്ടോ. അങ്ങനെ കോളേജിലെത്തിയിട്ടുണ്ട്. കോളേജിൽ ഞാനും ഫ്രണ്ടും കൂടി വർത്താനം പറഞ്ഞിരിക്കുക കേട്ടോ. മോർണിംഗ് ഷിഫ്റ്റുകാരൊക്കെ പോകണുള്ളൂ. അപ്പോൾ നമുക്ക് ഉച്ച കഴിഞ്ഞിട്ടാണ് എക്സാം. അപ്പോൾ ഇതാ എക്സാമൊക്കെ കഴിഞ്ഞ് ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്തിരിക്കണം. എൻ്റെ ഫസ്റ്റ് കഴിയിട്ടു. എനിക്ക് വേഗം കാര്യങ്ങളൊക്കെ എഴുതി വെച്ച് വേഗം പുറത്തിറങ്ങിയാലേ എനിക്ക് സമാധാനം കിട്ടുള്ളൂ. കാരണം കൂടുതൽ നേരം ഹോളിലിരിക്കുന്ന പരിപാടി എനിക്കില്ല കേട്ടോ. അങ്ങനെ വാപ്പിയുടെ കടയിൽ വന്നു, ഒരു ചായയൊക്കെ കുടിച്ചു. പിന്നെ നേരെ വീട്ടിൽ വന്ന് ചോറ് തിന്നിട്ടുണ്ടായിരുന്നില്ല, ആകെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം തിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ചോറും പപ്പടും ചിക്കൻ പൊരിച്ചതായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ചോറുന്നു. ചിക്കൻ പൊരിച്ചതുകൊണ്ടായതുകൊണ്ട് കേട്ടോ മെയിനായിട്ട് ചോറുന്നത്. പിന്നെ ഇതാ സൂറ് മുളക് ബജി കടയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ചമ്മന്തിയും കഴിച്ചു. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് ഡേയിലെ എക്സാമിൻ്റെ വ്ളോഗ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.